നമുക്ക് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ പ്രതികരിക്കാൻ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ അതിഥിയായി വരുന്നത്. മറ്റാരുമല്ല, കെ മുരളീധരൻ MP. റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നു. മുൻ KPCC പ്രസിഡന്റ്, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അല്ലെങ്കിൽ 2-ലേറെ പതിറ്റാണ്ടുകളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോൺഗ്രസിലെ സമുന്നതനായ തലയെടുപ്പുള്ള നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ശ്രീ കെ മുരളീധരൻ. ഓക്കെ, നമസ്കാരം. ശ്രീ കെ മുരളീധരൻ, വടകര ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വടകരയിൽ തന്നെ മത്സരിക്കും. മത്സരിക്കുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. പാർട്ടി മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നേരത്തെ തന്നെ? നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലത്തിനോട് 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടൊരു പ്രത്യേക തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ അടുത്ത ദിവസം തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങും. ഇപ്പോൾ MP എന്നുള്ള നിലയിൽ സജീവമായിട്ട് രംഗത്തുണ്ട്. നിലവിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ തീർച്ചയായിട്ടും UDFന് തന്നെയാണ് മുൻതൂക്കം. ഒന്ന്, സ്ഥിരമായിട്ടൊരു ലോക്സഭയിൽ കോൺഗ്രസിനും UDFനും മുൻതൂക്കമുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും. 1967 2004 ഒഴികെ മിക്ക തെരഞ്ഞെടുപ്പുകളിലും UDFനും കോൺഗ്രസിനുമാണ് ലോക്സഭയിൽ മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് LDFൻ്റെ ഭരണത്തിലുള്ള ജനങ്ങളുടെ അസംതൃപ്തിയും കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണം എന്ന കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹവും നോക്കുമ്പോൾ നല്ല വിജയം UDFന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 20 സീറ്റുകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ 19 ജയിച്ചത്. ഒരു നോട്ടപ്പിശക് കൊണ്ട് നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ 20-ൽ 20 ജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതായത് വലിയ വിജയമാണ് 2019 19 സീറ്റ് താങ്കളിപ്പോൾ പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ ഒരു സീറ്റ് LDFനൊപ്പമാണ് കേരള കോൺഗ്രസ് അങ്ങോട്ട് പോയപ്പോൾ 18 സീറ്റ്. അപ്പം നിങ്ങളുടെ ഗ്രാഫ് ഉയർന്നു എന്ന് കരുതണമെങ്കിൽ 20 സീറ്റും പിടിക്കണം. അപ്പോൾ അത്രയും വലിയ റിസ്കിലാണ് ഈ മത്സരം നടക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? കാരണം 19 സാധ്യമല്ല, 18 സാധ്യമല്ല, 20 ഒട്ടും തന്നെ സാധ്യമല്ല. വലിയൊരു മത്സരം ഇക്കുറി നടക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് LDFൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ നവകേരള സദസ്സ് പോലുള്ള പരിപാടികളൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഫെബ്രുവരി 8 വലിയൊരു സമരം അവർ ഡൽഹിയിൽ നടത്താൻ പോകുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 20, 19, 18 എന്നൊക്കെ പറയുന്നത് വലിയ സംഖ്യയല്ലേ UDFനെ സംബന്ധിച്ച്? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം വരണമെങ്കിൽ കേരളത്തിൽ UDF ജയിക്കണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടത്തുന്നതിൻ്റെ ഒരു തനി പകർപ്പ് തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന മോഡിയുടെ അതേ ശൈലിയാണ് പിണറായി വിജയൻ കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായി വന്ന അഴിമതി ആരോപണങ്ങളും അതിനോട് കേന്ദ്രം കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണറും കാണുമ്പോൾ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതായത് ഇത്തവണ നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനും യാത്ര അയക്കാനും മുഖ്യമന്ത്രി കാണിച്ച കൂടുതൽ ആവേശവും, അതോടൊപ്പം തന്നെ ഫെബ്രുവരി 8 സമരം, കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ട് പോലും അതിൻ്റെ ഒരു സൂചന പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നൽകാതിരുന്നതും, ഇവരൊക്കെ ഒരു നാടകം കളിക്കുകയാണ്, ഇവർ തമ്മിലാണ് യഥാർത്ഥ സഖ്യം എന്നുള്ള യാഥാർത്ഥ്യം ജനത്തിനറിയാം. അത് കൂടുതൽ ജനത്തിനെ ബോധവാന്മാരാക്കിക്കൊണ്ട് UDF അതിശക്തമായിട്ടുള്ള പ്രചരണം കാഴ്ചവെക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 20-ൽ 20 പ്രതീക്ഷയുണ്ട് എന്ന് പറയാൻ കാരണം. നോക്കൂ ശ്രീ കെ മുരളീധരൻ, താങ്കൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നന്നായി പഠിക്കുകയും സ്വാഭാവികമായും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തോളം താങ്കൾ സജീവ രാഷ്ട്രീയത്തിലുള്ളതുമാണ്. എങ്ങനെയാണ് കേരളത്തിലെ BJPയുടെ സാധ്യത? 2 തവണയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നത്. ഒരു സ്ഥാനാർത്ഥിയെ പോലും ദേശീയതലത്തിൽ പ്രഖ്യാപിക്കാതെയും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും ഒക്കെ തന്നെയും ഞങ്ങളുടെ A+ മണ്ഡലങ്ങളാണ് എന്ന് BJP
നല്ല കോൺഫിഡൻസോടു കൂടിയാണല്ലോ ബി ജെ പി ഇവിടെ പ്രചരണം നടത്തുന്നത്. എന്താണ് ആ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം, ശ്രീ കെ മുരളീധരൻ? 2014 അന്ന് കേന്ദ്രം ഭരിച്ച UPA സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ടായ കാലഘട്ടത്തിൽ പോലും അത് കേരളത്തിൽ മുതലാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ BJP ഏറ്റവും ശക്തമായ പ്രചരണം കാഴ്ചവെച്ചത് തിരുവനന്തപുരത്താണ്. രാജഗോപാലിനെ പോലൊരു സീനിയർ നേതാവിനെ തന്നെ അവിടെ മത്സരിക്കാൻ നിർത്തി. പക്ഷേ അവരുടെ എല്ലാ ആയുധങ്ങളെടുത്ത് പ്രയോഗിച്ചിട്ട് പോലും ഒരു നേരോ മാർജിനാണെങ്കിലും തിരുവനന്തപുരത്ത് അന്ന് UDF ആണ് ജയിച്ചത്. ഇന്ന് കേന്ദ്ര വിരുദ്ധ സമീപനമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. കഴിഞ്ഞ 10 വർഷം അവർ കാണിച്ച വെറും വർഗീയമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളും സർക്കാരിന് പറയത്തക്ക ഒരു നേട്ടങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുമായൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്ര തന്നെ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചാലും എന്തെല്ലാം ഷോ കാണിച്ചാലും ശരി, ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കതിൽ 100% ഉറപ്പുണ്ട്. ഒരു പക്ഷേ തിരുവനന്തപുരത്തോ മറ്റവർക്ക് 2ാം സ്ഥാനം കിട്ടിയേക്കാം. തൃശ്ശൂരിൽ പോലും അവർക്ക് 2ാം സ്ഥാനം കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ അതിനൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് BJPക്ക് അല്പം പ്രതീക്ഷ കേരളത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി തീരും. ഏതൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാലും BJP കേരളത്തിൽ ജയിക്കില്ല. അത് ഞങ്ങൾക്ക് 101% ഉറപ്പാണ്. ഇന്ത്യ മുന്നണിയുമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി. അതിൻ്റെ ചെയർപേഴ്സൺ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ CPM ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെ പോലെ ചേർന്നിട്ടില്ല, സഹകരിക്കും എന്ന നിലയാണ് ഉള്ളത്. നോക്കൂ, ഇനിയൊരു ഘട്ടം വന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ ആറ്റിങ്ങലിലോ ഒക്കെ തന്നെയും ഒരു മത്സര ചിത്രം അങ്ങ് മാറി എന്ന് വിചാരിക്കുക, BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പരസ്പരം വോട്ട് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് LDFും UDFും നടത്താൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനും തയ്യാറാണോ കോൺഗ്രസ്? ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ കേരളത്തിൽ LDFും UDFുമായിട്ടാണ് മത്സരം. ഇവിടെ BJP ഒരു പ്രധാന ഘടകമല്ല. എന്നാൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അവർക്ക് 2ാം സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഇത്തവണ അതിശക്തമായിട്ടുള്ള എത്ര മത്സരം അവർ കാഴ്ചവെച്ചാലും ശരി, കേരളത്തിൽ UDFിനായിരിക്കും വിജയസാധ്യത. ഒരു കാര്യമുണ്ട്, നമ്മുടെ ജനങ്ങളുടെ ഒരു മനസ്സ് മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും കാരണവശാൽ BJP വിജയിക്കുമെന്നൊരു ഘട്ടം വന്നാൽ BJPയെ തോൽപ്പിക്കാൻ ആ നിയോജകമണ്ഡലത്തിൽ ആരാണ് ഏറ്റവും യോഗ്യരായത് അവർക്ക് വോട്ട് ചെയ്ത ഒരു പാരമ്പര്യവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ UDFും LDFും ആയിട്ട് ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതൊക്കെ അതനുസരിച്ച് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP കേരളത്തിൽ ജയിക്കില്ല എന്നുള്ള കാര്യം. താങ്കളുടെ അനുഭവം നിയമസഭാ സീറ്റിൽ അതാണോ? അതായത് ജയിക്കാൻ സാധ്യതയുള്ളത് വി ശിവൻകുട്ടിയാണെന്ന് കണ്ട് കോൺഗ്രസ്സുകാരും വി ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാമോ? കോൺഗ്രസ്സുകാരല്ല വോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ രംഗം വീക്ഷിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരിക്കാം. അത് 2016 നിയമസഭയിൽ വട്ടിയൂർക്കാവിലും അതിൻ്റെ പ്രയോജനം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനാണ് കൂടുതൽ BJP അവിടെ തോൽപ്പിക്കാൻ നല്ല കാൻഡിഡേറ്റ് എന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും പ്രത്യേകിച്ച് നേതാക്കൾ പറയേണ്ട ആവശ്യമില്ല. നേതാക്കൾ എന്ത് പറഞ്ഞാലും ശരി, BJPയെ തോൽപ്പിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥികൾക്ക് ജനം വോട്ട് ചെയ്യും. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം 22-ാം തീയതി, അതായത് തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണല്ലോ. കേരളത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ UPCC അധ്യക്ഷൻ ഇനിയിപ്പോൾ രാജസ്ഥാനിലെയും ഹിമാചൽ പ്രദേശിലെയും മറ്റ് PCCകളുടെയും ഒക്കെ പ്രതിനിധികൾ ഓരോ ദിവസങ്ങളിലായി ചെല്ലുന്നു. നിലവിലെ മുൻ PCC പ്രസിഡന്റ് തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തന്നെ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലൊരു ഒരു ഒരു കൃത്യമായ ചിത്രം കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് നൽകാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ, ശ്രീ കെ മുരളീധരൻ? തീർച്ചയായിട്ടും. കാരണം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ സമർപ്പണം അത് വളരെ രാഷ്ട്രീയമായിട്ടാണ് അതിനെ BJP കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഇതുപോലെ ക്ഷേത്രങ്ങൾ നാടിന് സമർപ്പിക്കേണ്ടത് ഒരിക്കലും ഭരണകർത്താക്കളല്ല. അത് ഇവിടെ പ്രധാനപ്പെട്ട ശങ്കരാചാര്യ മഠങ്ങളിലെ അധിപന്മാർ പറയുകയുണ്ടായി, അത് പ്രധാനമന്ത്രിയുടെ ജോലിയല്ല, അത്
നേതാക്കളുടെ ചുമതലയാണ് ഒരു ക്ഷേത്രം നാടിന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സമർപ്പണ ചടങ്ങ് തന്നെ ശരിയല്ല. ഹിന്ദുമത വിശ്വാസമനുസരിച്ചും ഹിന്ദുമത ആചാരമനുസരിച്ചും ഒരിക്കലും ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട ചുമതലയല്ല അത്. മത നേതാക്കന്മാർ, ഇപ്പോൾ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്ര തന്ത്രിമാർ, അല്ലെങ്കിൽ ക്ഷേത്രം ഏത് ട്രസ്റ്റിൻ്റെ കീഴിലാണോ ആ ട്രസ്റ്റിൻ്റെ അധികാരികൾ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് രാജ്യത്തിന് സമർപ്പിക്കേണ്ടത്. ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ സമർപ്പണം നടത്തുന്നത് തന്നെ ഹിന്ദുമത ആചാരം അനുസരിച്ച് തെറ്റാണ്. അതുകൊണ്ട് ഹിന്ദുമത ധർമ്മങ്ങളും ആചാരങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആരും തന്നെ 22-ാം തീയതിയുള്ള അയോധ്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന സമർപ്പണ ചടങ്ങ് ഒരു മതപരമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ല എന്നുള്ള യാഥാർത്ഥ്യം ശങ്കരാചാര്യന്മാർ പോലും അംഗീകരിച്ച സാഹചര്യത്തിൽ ഇതൊരു BJP ചടങ്ങാണ് എന്നുള്ളതിന് മറ്റൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിലൊരു കൺഫ്യൂഷനും ഇന്ത്യയിൽ യഥാർത്ഥ ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല. അതിലെല്ലാവരും ഞങ്ങളൊക്കെ ശ്രീരാമനെ ഭജിക്കുന്നവരൊക്കെ തന്നെയാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനാണ്, അല്ലാതെ അദ്ദേഹം BJP-കാരനൊന്നുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കോൺഗ്രസ് എടുത്ത തീരുമാനം 100% ശരിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്ന് വെച്ചിട്ട് ആ ക്ഷേത്രത്തിൽ ആരും ഭാവിയിൽ പോകണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കേണ്ട അത്രയേ ഉള്ളൂ. അതിന് മുമ്പും വേണമെങ്കിൽ ക്ഷേത്രത്തിൽ ദർശിക്കാം, അതിന് ശേഷം പോകാം. അതൊക്കെ ഭക്തരുടെ ഇഷ്ടമാണ്. അതിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ശ്രീ കെ മുരളീധരൻ, അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സമർപ്പണ ചടങ്ങിൽ പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ അതേ കാരണം 23-ാം തീയതിയും ബാധകമല്ലേ? പ്രധാനമന്ത്രിയാണ് അവിടെ വരുന്നത്. ശ്രീകോവിലിൽ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയും ഒക്കെ അവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രതിഷ്ഠയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എങ്ങനെയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുക? ഒരു നിലപാടാകുമ്പോൾ അതിനൊരു ഉറച്ച അടിത്തറ വേണ്ടേ ശ്രീ കെ മുരളീധരൻ? ആ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ പ്രതിഷേധം. ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രത്തിൽ ആർക്കും അല്ല, പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മതപരമായിട്ടുള്ള യാതൊരു ചട്ടക്കൂടും പാലിക്കാതെ നടക്കുന്ന ഒരു സമർപ്പണ ചടങ്ങാണ്. എന്നാൽ അതിനുശേഷം അതൊരു ക്ഷേത്രമാണല്ലോ. ക്ഷേത്രത്തിൽ ചെല്ലാം, ആർക്ക് വേണമെങ്കിലും തൊഴുകാം. എത്ര വിശ്വാസികളും അവിശ്വാസികളും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്നുണ്ട്. നമ്മളതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠ വന്ന സാഹചര്യത്തിൽ 23-ാം തീയതി പോയാലും 30-ാം തീയതി പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ 22-ാം തീയതി നടക്കുന്ന സമർപ്പണ ചടങ്ങ് ഒരു രാഷ്ട്രീയ ചടങ്ങാണ്, ഒരു പ്രധാനമന്ത്രി നിർവഹിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് 22-ാം തീയതി ചടങ്ങിൽ ഞങ്ങളെ ക്ഷണിച്ച നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ വരുന്നില്ല. നോക്കൂ ശ്രീ കെ മുരളീധരൻ, ഈ രാമക്ഷേത്രത്തെ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് കണ്ടോ? അതായത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകണം എന്നുള്ള ഒരു വലിയ വാദം ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 90-കൾ മുതൽ തന്നെ വളരെ സജീവമായി BJP ഈ രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് രാഷ്ട്രീയമായ അജണ്ട തന്നെയാണ് എന്ന് LK അദ്വാനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദിക്ക് പുറമെ LK അദ്വാനിയാണല്ലോ ഇതിൻ്റെ പിതാവായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക. അങ്ങനെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണം തന്നെ പ്രധാനപ്പെട്ട വിഷയമായപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തോൽവിയുണ്ടായി, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. നിലവിലിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയുമ്പോൾ കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായിട്ട്, കോൺഗ്രസിനെ ഒരു മുസ്ലിം പാർട്ടിയായിട്ടൊക്കെ ഉത്തരേന്ത്യയിൽ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ കോൺഗ്രസ് ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുമ്പോൾ എന്ത് പ്രതിരോധമാണ് ശ്രീ കെ മുരളീധരൻ കോൺഗ്രസിന് മുന്നോട്ട് വെക്കാനുള്ളത്? പ്രതിരോധം എന്ന് പറയുമ്പോൾ ഹിന്ദുമത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കേണ്ടതല്ല. ഇവിടെ ഇന്ത്യയിൽ ആരൊക്കെയാണ് ഹിന്ദുക്കൾ, ആരൊക്കെയാണ് ഹിന്ദു വിരോധികളെന്ന് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഒരു അധികാരവും RSSനോ BJPക്കോ ഇല്ല. അതുകൊണ്ട് ഈ രീതിയിൽ നടക്കുന്ന ഒരു പ്രചരണവും ചിലവാവില്ല. പിന്നെ നികേഷ് നേരത്തെ പറഞ്ഞതുപോലെ 5-ൽ 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോൽക്കാൻ കാരണം അതാത് സംസ്ഥാനങ്ങളിലുണ്ടായ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ രാമക്ഷേത്രവും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ മധ്യപ്രദേശിൽ തോൽക്കാൻ കാരണം അവിടെ ശക്തമായൊരു നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല. ഇലക്ഷന് ശേഷം പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. രാജസ്ഥാനിൽ കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പടലപ്പിണക്കങ്ങൾ, അതുകൊണ്ടാണ് രാജസ്ഥാൻ നഷ്ടപ്പെട്ടത്. ഛത്തീസ്ഗഡിൽ ഭരണവിരുദ്ധ വികാരമായിരുന്നു. ആ വികാരം ഞങ്ങൾക്കെതിരായിട്ട് വന്നു. അല്ലാതെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരിക്കലും ഛത്തീസ്ഗഡിൽ റിസൾട്ട് മാറേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഏറ്റവും അധികം ആദിവാസികളുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ ആ വിഭാഗത്തിൻ്റെ വോട്ടാണ് കോൺഗ്രസിനെതിരായിട്ട് അവിടെ വന്നത്. അതുകൊണ്ട് 5-ൽ 4 സംസ്ഥാനങ്ങളിലെ പരാജയം എന്ന് പറയുന്നത് അതിന് രാമക്ഷേത്രമായിട്ട് ഒരു ബന്ധവുമില്ല.
അതേസമയത്ത് പക്ഷേ- തെലങ്കാനയിലും ധാരാളം വിശ്വാസികളുണ്ടല്ലോ, ശ്രീ കെ. ഒരുപാട് മുരളീധരൻ. ക്ഷേത്രങ്ങളുണ്ടല്ലോ. ശ്രീ കെ മുരളീധരൻ, അവിടെയൊക്കെ അത് കോൺഗ്രസ് ജയിച്ചില്ലേ? രാമക്ഷേത്രവുമായി ബന്ധമില്ല എന്ന് അങ്ങ് പറഞ്ഞതിനോടുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് കൊണ്ടൊന്ന് ഇടപെട്ടതാണ്. രാമക്ഷേത്രവുമായി ബന്ധമില്ലായിരിക്കാം, പക്ഷേ മധ്യപ്രദേശിൽ BJPയുടെ അതേ ലൈൻ പിടിച്ച ആൾക്ക് കിട്ടിയ തിരിച്ചടി കോൺഗ്രസിന്റെ ഒരു പാഠമല്ലേ? ഹിന്ദുത്വയ്ക്ക് ബദൽ ഹിന്ദുത്വ എന്ന കോൺഗ്രസിന്റെ ആ തെരഞ്ഞെടുപ്പ് പാളിയിൽ. മധ്യപ്രദേശിൽ പാർട്ടിക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ടല്ലോ. കാരണം അവിടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പോരായ്മകൾ, ഞാനതിനൊരിക്കൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ മൃദു ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വം ഒന്നും അല്ല ഉണ്ടായിരുന്നത്. എല്ലാവരും അവിടെ ഹിന്ദുക്കൾ, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഹിന്ദുക്കൾ തന്നെയാണ്. അല്ലാതെ തീവ്ര ഹിന്ദുത്വം അതുപോലെ മൃദു ഹിന്ദുത്വം ഒന്നുമില്ല. അവിടുത്തെ പ്രാദേശികമായി ഉണ്ടായ ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ സിന്ധ്യയെ പോലുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടത്, പിന്നെ കമൽനാഥിന് ഒരു എന്താ പറയേണ്ടത് സ്റ്റേറ്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല കാലവും അദ്ദേഹം ഡൽഹിയിൽ ആയിരുന്നു. കാരണം അദ്ദേഹം ലോക്സഭാംഗമായിട്ടാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം വന്നപ്പോൾ ചെറിയൊരു എന്താ പറയേണ്ടത് ഒരു നോട്ടപ്പിശകുണ്ടായി. ആ കാരണങ്ങളാണ് മധ്യപ്രദേശിൽ തോറ്റത്. രാജസ്ഥാനിൽ തോറ്റതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, തമ്മിലടിച്ചപ്പോൾ തോറ്റു. അതേസമയത്ത് വിലയിരുത്തിയതാണ്. ശ്രീ കെ മുരളീധരൻ, നമുക്കൊന്ന് കേരളത്തിലേക്ക് വന്നാൽ എനിക്ക് താങ്കളോട് 2 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി കേട്ടതിന് ശേഷം രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം താങ്കളോട് വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, താങ്കളുടെ ഒരു രാഷ്ട്രീയ മനസ്സെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ താങ്കൾ പ്രതിനിധാനം ചെയ്ത വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ താങ്കൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഒക്കെ എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. താങ്കൾ ആ മണ്ഡലത്തെ വളരെ നന്നായി നഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ MLA മാർക്കൊരു മാതൃക പോലുമാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ വട്ടിയൂർക്കാവ് താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ താങ്കളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വടകരയിൽ വന്ന് മത്സരിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവിനെ അവിടെ തറ പറ്റിക്കുന്നു. പക്ഷേ പിന്നീട് താങ്കൾക്കൊരു തോന്നലുണ്ടാകുന്നു, താങ്കൾ കേരളത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു നേതാവാണ്. എപ്പോഴും കെ മുരളീധരൻ്റെ പ്രതികരണങ്ങൾ ഓരോ ദിവസവും വളരെ ശ്രദ്ധേയവുമാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇവിടെയാണ് തൻ്റെ ഇടം എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ 24-ലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉണ്ടാകില്ല എന്നൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ താങ്കൾ പറഞ്ഞത്? അല്ല, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യം കേരളത്തിൽ തന്നെ നിൽക്കാനാണ്. പക്ഷേ പാർട്ടി എന്നോട് പറഞ്ഞത്, നിങ്ങളെപ്പോലെ സീനിയർ നേതാക്കന്മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ അതിൽ തെറ്റായ സന്ദേശം നൽകും. ഇന്ത്യയിൽ വിജയസാധ്യതയില്ല, കേരളത്തിൽ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും കേരളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജ് വരുന്നത് കോൺഗ്രസ്സിന് പൊതുവെ ഗുണകരമല്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ എന്നോട് സൂചിപ്പിക്കേണ്ടായി. പക്ഷേ ഞാൻ ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഇനി ഒരു ലോക്സഭയിലേക്ക് എന്നെ പാർട്ടി നിയോഗിക്കുകയും ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ പിന്നെ ഒരു നിയമസഭ തിരഞ്ഞെടുപ്പ് എൻ്റെ അജണ്ടയിൽ ഉണ്ടാവില്ല. ഇനി ഒരു കാരണവശാലും MP ആയി നിന്നുകൊണ്ട് MLA ആയിട്ട് മത്സരിക്കാനോ MLA ആയി നിന്നുകൊണ്ട് MP ആയിട്ട് മത്സരിക്കാനോ ഞാൻ ഇനിയില്ല. ഞാൻ കാരണം 2 ബൈ ഇലക്ഷൻ കേരളത്തിലുണ്ടായി. ഇനി മൂന്നാമതൊന്ന് ഞാൻ കാരണം ഉണ്ടാവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അല്ല, പക്ഷേ ഒരു പ്രശ്നം എന്താ അറിയോ, കെ മുരളീധരനെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു മന്ത്രിയൊക്കെ ആകേണ്ട ആളാണ്. ഞാൻ ഈ MP ആകുന്നത് വളരെ ചെറിയൊരു കാര്യമാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ വളരെ കുറച്ചു കാലം മാത്രം കേരളത്തിൽ മന്ത്രിയായിരുന്നു ഉള്ള ഒരാളാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ സാധ്യത 24-ലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ കണ്ടില്ല എന്നൊന്നും നടിക്കേണ്ട രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, രാജ്യത്തെ സിറ്റുവേഷനൊക്കെ നമുക്കറിയാം. അപ്പം 26-ലെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായൊരു നേതൃത്വം ഇവിടെ വീണ്ടും മത്സരിക്കേണ്ടേ, കാരണം തുടർഭരണം കഴിഞ്ഞിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇപ്പോൾ പിടിച്ചു കെട്ടാൻ ബാധ്യത UDF-നുണ്ട്. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ തർപ്പിച്ച് പറയാം, എന്നോട് ഏതെങ്കിലും ലോക്സഭയിലേക്ക് വേണ്ട നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുന്ന വട്ടിയൂർക്കാവ് തന്നെയാണ്. കാരണം ആ വട്ടിയൂർക്കാവിലെ എൻ്റെ ഒരു കുടുംബമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ MP-മാർക്ക് 7 നിയോജകമണ്ഡലമാണ്. വടകര MP-ക്ക് വടകരയിലെ 7 വട്ടിയൂർക്കാവ് ഉണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് നിയമസഭയിലാണെങ്കിൽ തീർച്ചയായിട്ടും വട്ടിയൂർക്കാവായിരിക്കും. പാർലമെൻറ്റിൽ മത്സരിക്കാൻ പറയുകയാണെങ്കിൽ എൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള വടകരയിൽ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചോദ്യം കൂടി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കെ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDF, ശക്തമാണോ ഈ നേതൃത്വം?
നല്ലൊരു നേതൃത്വമായതുകൊണ്ടാണല്ലോ അവരെ തന്നെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിനെ കുറിച്ചിട്ട് ഒരാക്ഷേപം ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ ലോക്സഭ ഇലക്ഷൻ ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെയൊക്കെ 100% ഞങ്ങളുടെ വിശ്വാസം. നോക്കൂ കെ മുരളീധരൻ, അവസാനമായി താങ്കൾ കെ കരുണാകരൻ്റെ മകൻ എന്ന നിലയിലാണ് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് എടുത്തുയർത്തപ്പെട്ടത് എന്നൊരു ആക്ഷേപം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് KPCC അധ്യക്ഷനായതിനു ശേഷം, ഞാൻ തന്നെ ഡൽഹിയിൽ അന്നത്തെ മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള വയലാർ രവി, അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, കേരളം കണ്ട ഏറ്റവും മികച്ച KPCC പ്രസിഡന്റുമാരിൽ ഒരാളാണ് താങ്കൾ എന്നും. ആ നിലയിലുള്ള അംഗീകാരം ഗ്രൂപ്പുകൾക്ക് അതീതമായി താങ്കൾക്ക് ലഭിക്കുകയുണ്ടായി. മറ്റൊന്ന്, എന്നോട് ഞാനതൊരു ഘട്ടത്തിൽ താങ്കളോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് തന്നെ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ കെ മുരളീധരനാണ് എന്ന് വെച്ചാൽ എൻ്റെ ടേം കഴിഞ്ഞാൽ കെ മുരളീധരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടത്. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അനൗപചാരികമായി ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ കാര്യം താങ്കളെ ധരിപ്പിക്കണം എന്നുള്ള തോന്നലാണ് എനിക്ക് ആ ഘട്ടത്തിലുണ്ടായത്. അങ്ങനെ ഉദ്ദേശം ആൻ്റണിക്ക് ഉണ്ടായിരുന്നോ എന്നറിയില്ല. വലിയതല്ലേ കൊടുമ്പിരിക്കൊണ്ട ഗ്രൂപ്പ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ താങ്കളുടെ പിതാവ് കെ കരുണാകരനോടൊപ്പം നിന്നു. പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ചരിത്രം. നോക്കൂ, പല ബസ്സുകളും കെ മുരളീധരൻ താങ്കൾക്ക് മിസ് ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോൾ താങ്കളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള VD സതീശൻ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു. താങ്കളെക്കാൾ രാഷ്ട്രീയത്തിൽ അധിക സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്നു. ഒരുപക്ഷെ സീനിയോറിറ്റി ഉണ്ടാവുമെങ്കിൽ തന്നെയും താങ്കളുടെ തന്നെ മറ്റൊരു സഹപ്രവർത്തകനായിട്ടുള്ള K സുധാകരൻ KPC പ്രസിഡൻ്റായി വരുന്നു. ബസ്സുകൾ മിസ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ കെ മുരളീധരൻ? രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ബസ്സുകളിൽ കയറാൻ പറ്റും, ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ബസ്സുകളിൽ കയറാൻ കഴിഞ്ഞില്ല എന്ന് വരും. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു നിയമമാണ്. ആ നിയമം അനുസരിച്ച് ഇവിടെ നികേഷ് പറഞ്ഞ പോലെ ബസ്സുകൾ മിസ്സായി. ഇനി മിസ്സായതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രീയമാണ്, കാലം കാലമാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകും. അതിൽ ലഭിക്കാനുള്ളത് ലഭിക്കും, ചിലപ്പോൾ ലഭിക്കേണ്ടത് പലപ്പോഴും ലഭിച്ചു എന്നും വരില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു തിയറിയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവും എന്ന് വിചാരിച്ച കെ കരുണാകരൻ മുഖ്യമന്ത്രി വരെ മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചിലർക്ക് നല്ല കാലങ്ങൾ സംഭവിക്കും, ചിലർക്ക് കഷ്ടകാലം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ കൂട്ടിയാൽ മതി. അപ്പോൾ വളരെ നന്ദി കെ മുരളീധരൻ. എല്ലാ ഭാവങ്ങളും താങ്കൾ ഒരു തെരഞ്ഞെടുപ്പിന് കൂടി പോവുകയാണ്. എല്ലാ ആശംസകളും സാർ. എല്ലാ ആശംസകളും. ഒരു നല്ല ദിനവും ഉണ്ടാവട്ടെ അല്ലേ? അതെ. വടകര